ബിൽഡിങ്സ്, പെയിൻറ്റിങ്സ് ആൻഡ് ബുക്സ് എന്ന 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ബിൽഡിങ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ നോക്കി. ഇത് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. അജന്ത മാപ്പിൽ അജന്ത എവിടെയാണെന്ന് നോക്കുക. ഇതാണ് അജന്ത. ഓക്കെ, അവിടെ this is a place where several caves have been hollowed out of the ഹിൽസിലെ പാറകളിൽ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കേവ്സ് ഉള്ള ഒരുപാട് കേവ്സ് അങ്ങനെ പണിതിട്ടുള്ള സ്ഥലമാണ് ഈ അജന്ത. മോസ്റ്റ് ഓഫ് ദീസ് വെയർ മൊനാസ്ട്രീസ് ഫോർ ബുദ്ധിസ്റ്റ് മോങ്സിനുള്ള മൊനാസ്ട്രികളായിരുന്നു അവർക്ക് വേണ്ടിയുള്ള മൊനാസ്ട്രികളായിരുന്നു ആ കേവുകൾ. ആൻഡ് സം ഓഫ് ദം വെയർ ഡെക്കറേറ്റഡ് വിത്ത് പെയിൻറ്റിങ്സ്. അതിൽ ചിലതൊക്കെ വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ്സ് വെച്ചുകൊണ്ട്. ഹിയർ ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. കുറച്ച് എക്സാമ്പിൾസിന് നമ്മൾ നോക്കാം. ആസ് ദി കേവ്സ് ആർ ഡാർക്ക് ഇൻസൈഡ്, കേവ് ഉള്ളിൽ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദീസ് പെയിൻറ്റിങ്സ് വെർ ഡൺ ഇൻ ദി ലൈറ്റ് ഓഫ് ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉള്ള പെയിൻറ്റിങ് ഒക്കെ നടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മൊനാസ്ട്രിയാണ് ഈ കാണുന്നത്. ഈ ജൈന മൊനാസ്ട്രി ഫ്രം ഒറീസയിലൊരു ജൈന മൊനാസ്ട്രിയാണ്. ഇത് 2-story ബിൽഡിംഗ് ആണ്. ആൻഡ് ഈ 2-story ബിൽഡിങ്ങിൽ എന്ന് പറയുന്നത് കാവ്ഡ് ഔട്ട് ഓഫ് റോക്ക് സർഫേസിൽ ഉള്ളിൽ തുറന്ന് ഉണ്ടാക്കിയ ഒരു കേവാണ്, അല്ലെങ്കിൽ ഒരു മൊനാസ്ട്രിയാണ്. നോട്ടീസ് ദ എൻട്രൻസ് ഇൻ ടു ദ റൂംസിലോട്ടുള്ള എൻട്രൻസ് നോക്കാൻ പറയുകയാണ്. ആൻഡ് ജൈന മോങ്സ് ലിവ്ഡ് ആൻഡ് മെഡിറ്റേറ്റഡ് ഇൻ ദീസ് റൂംസ്. ജൈന മോങ്സ് ഈ റൂംസിൽ ഇരുന്ന് താമസിച്ച് മെഡിറ്റേഷനൊക്കെ നടത്തിയിരുന്നു. The color which were vivid even after 1500 years were made of plants and minerals. പ്ലാന്റ്സും മിനറൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കളേഴ്സ്, ഈ 1500 വർഷം കഴിഞ്ഞിട്ട് നിൽക്കുന്ന കളേഴ്സ് ഉണ്ടാക്കിയത്. The artist who created these splendid works of art remain unknown. ഏത് ആർട്ടിസ്റ്റാണ് അങ്ങനെ ചെയ്തത്, ഈ പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയത് എന്നൊന്നും അറിയില്ല. ഇത് തന്നെ ചില എക്സാമ്പിൾസ് ഓഫ് പെയിൻറ്റിങ് ഫ്രം അജന്തയിലെ പെയിൻറ്റിങ്സ് ആണ്. ദ വേൾഡ് ഓഫ് ബുക്സ്, അതായിരുന്നു പെയിൻറ്റിങ്ങുകളെ കുറിച്ച്. ഇനി അടുത്തത് നമ്മൾ ബുക്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സം ഓഫ് ദ ബെസ്റ്റ് നോൺ എപ്പിക്സ് വെർ റിട്ടൺ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിലാണ് ചില ബെസ്റ്റ് നോൺ ബുക്സ് അല്ലെങ്കിൽ എപ്പിക്സ് എഴുതിയിരിക്കുന്നത്. എപ്പിക്സ് ആർ grand long compositions about the heroic men and women. പുരുഷന്മാരും സ്ത്രീകളും ഹീറോയിക് മെൻ ആൻഡ് വുമനെ കുറിച്ച് വളരെ നീളത്തിൽ ലോങ്ങായിട്ട് ഗ്രാൻഡായിട്ട് എഴുതിയിരിക്കുന്ന രചനകളെയാണ് എപ്പിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോറീസ് അബൌട്ട് ഗോഡ്സ്. ദൈവങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറിയും ഇതിലുണ്ട്. എ ഫേമസ് തമിഴ് എപ്പിക്, തമിഴിലെ ഒരു എപ്പിക്കാണ് സിലപ്പടികാരം എന്ന ഒരു തമിഴ് എപ്പിക്. വാസ് കമ്പോസ്ഡ് ബൈ പോയറ്റ് നെയ്മഡ് ഇലാങ്കോ എന്ന പോയറ്റ് രചിച്ചതാണ് സിലപ്പടികാരം. അറൗണ്ട് 1800 years ago, 1800 വർഷം മുമ്പ്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ മെർച്ചൻറ്റ് നെയ്മഡ് കോവാലൻ എന്ന ഒരു മെർച്ചൻറ്റിനെ കുറിച്ചുള്ള കഥയാണ്. ഹൂ ലിവ്ഡ് ഇൻ പുഹാറിൽ താമസിച്ചിരുന്നതാണ്. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് കോട്ടീസൻ നെയ്മഡ് മാധവിയായിട്ട് അദ്ദേഹത്തിന് സ്നേഹമായി. ആൻഡ് നെഗ്ലക്റ്റിംഗ് ഹിസ് വൈഫ് കണ്ണകി, അദ്ദേഹത്തിൻ്റെ വൈഫിനെ നെഗ്ലക്റ്റ് ചെയ്ത്, വൈഫിൻ്റെ പേര് കണ്ണകി എന്നാണ്. ലേറ്റർ ഹി ആൻഡ് കണ്ണകി ലെഫ്റ്റ് പുഹാർ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും പുഹാർ എന്ന സ്ഥലം വിട്ടു. ആൻഡ് വെൻ ടു മധുരയിൽ വന്നു. വേർ ഹി വാസ് റോങ്ലി അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ് ബൈ ദ കോർട്ട് ജ്വല്ലേഴ്സ് ഓഫ് പാണ്ഡ്യ കിങ്ങിൻ്റെ കോർട്ടിലെ, അതായത് അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ജ്വല്ലർ ഇദ്ദേഹത്തെ കള്ളൻ അല്ലെങ്കിൽ എന്തോ കട്ടെടുത്തു എന്ന് പറഞ്ഞ് തെറ്റായിട്ട് അക്യൂസ് ചെയ്തു. ദ കിങ് സെൻറ്റൻസ്ഡ് കോവാലൻ ടു ഡെത്ത്. അപ്പോൾ രാജാവ് ഈ കോവാലിനെ കൊന്നുകളഞ്ഞു. കണ്ണകി ഹു സ്റ്റിൽ ലവ്ഡ് ഹിം,
കണ്ണകി ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിച്ചു. ആൻഡ് വാസ് ഫുൾ ഓഫ് ഗ്രീഫ് ആൻഡ് ആങ്കർ. സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അറ്റ് ദിസ് ഇൻജസ്റ്റിസ്, ഈ ഇൻജസ്റ്റിസിനെ എഗെയിൻസ്റ്റ് ആയിട്ട്. ആൻഡ് ഡിസ്ട്രോയ്ഡ് ദി എൻറ്റയർ സിറ്റി ഓഫ് മധുരൈ. ഡിസ്ക്രിപ്ഷൻ ഫ്രം സിലപ്പടികാരം. സിലപ്പടികാരത്തിലെ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹിയർ ഈസ് ഹൗ ദി പോയറ്റ് ഡിസ്ക്രൈബ്സ് കണ്ണഗീസ് ഗ്രീഫ്. കണ്ണകിയുടെ സങ്കടത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഓ വിറ്റ്നസ് ഓഫ് മൈ ഗ്രീഫ്, യു കനോട്ട് കൺസോൾ മീ. ഈസ് ഇറ്റ് റൈറ്റ് ദാറ്റ് യുവർ ബോഡി, fairer than pure gold, lies unwashed here in the dust? Is it just that in the red glow of the twilight, your handsome chest, framed with flower wreath, lies thrown down on the bare earth, while I remain alone, helpless and abandoned to despair? Is there no God? Is there no God in this country? Can there be a God in a land where the sword of the king is used to murder and used for the murder of an innocent stranger? Is there no God? No God. ദൈവമില്ലേ? വളരെ സ്വന്തം സങ്കടത്തോടെ ഒരു വിവരിക്കുന്നതാണ് ഇവിടെ പോയം കണ്ണകിയുടെ ഗ്രീഫിനെ കുറിച്ച്. അനദർ തമിഴ് എപ്പിക് മണിമേഖലൈ. മണിമേഖലൈ എന്ന് പറഞ്ഞ വേറൊരു വർക്ക് വാസ് കമ്പോസ്ഡ് ബൈ സത്തനാർ അറൗണ്ട് 1400 years ago. 1400 വർഷം മുമ്പ് സത്തനാർ എഴുതിയ മണിമേഖലൈ അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ദിസ് ഡിസ്ക്രൈബ്സ് ദി സ്റ്റോറി ഓഫ് ദ ഡോട്ടർ ഓഫ് കോവാലൻ. കോവാലൻ്റെ ഡോട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് മാധവി, കോവാലൻ്റെയും മാധവിയുടെയും ഡോട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ദീസ് ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ വെർ ലോസ്റ്റ് ടു സ്കോളേഴ്സ് ഫോർ മെനി സെഞ്ച്വറി. ഒരുപാട് സെഞ്ച്വറികൾ ഈ വർക്ക് ഈ സ്കോളേഴ്സിന് അല്ലെങ്കിൽ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ടിൽ ദെയർ മാനുസ്ക്രിപ്റ്റ്സ് വെർ റീഡിസ്കവേർഡ് അബൌട്ട് 100 years ago. 100 വർഷം മുമ്പ് ഇതെല്ലാം റീഡിസ്കവർ ചെയ്യുന്നത് വരെ ആർക്കും ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് ഈ കോമ്പോസിഷൻസ് കണ്ടെത്താൻ സാധിച്ചില്ല. other writers such as Kalidasa, about whom you read in chapter 9. chapter 9 നമ്മൾ ഓൾറെഡി കാളിദാസിനെ കുറിച്ച് വായിച്ചതായിരുന്നു. കാളിദാസ റോട്ട് ഇൻ സാൻസ്ക്രിറ്റ്. സംസ്കൃതത്തിൽ കാളിദാസൻ എഴുതിയിട്ടുണ്ട്. എ വേർഡ്സ് ഫ്രം മേഘദൂത. മേഘദൂതയിൽ നിന്നുള്ള കുറച്ച് വേർഡ്സാണ്. ഹിയർ ഈസ് എ വേർഡ്സ് ഫ്രം ദ കാളിദാസാസ് ബെസ്റ്റ് നോൺ പോയം. കാളിദാസിൻ്റെ ബെസ്റ്റ് നോൺ പോയത്തിൽ നിന്ന്, മേഘദൂതയിൽ നിന്നുള്ള കുറച്ച് വാക്കുകളാണ്, കുറച്ച് വേർഡ്സാണ്. in which a monsoon cloud is imagined to messenger between lovers. മേഘം എന്ന് പറഞ്ഞാൽ മേഘദൂത, മേഘം, ക്ലൗഡ്. അപ്പോൾ മെസ്സഞ്ചർ ബിറ്റ്വീൻ ദ ലവേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു മെസ്സഞ്ചറായിട്ട് ഈ മേഘത്തിനെ ഉപമിച്ചിരിക്കുകയാണ്. ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ. ഒരാളിൽ നിന്നും സെപ്പറേറ്റായി, രണ്ടുപേരും സെപ്പറേറ്റായി അവരുടെ ഇടയിലുള്ള മെസ്സഞ്ചറായിട്ട് ഈ മേഘത്തിനെ കണ്ടിരിക്കുകയാണ്. See how the poet describes the breeze that will carry the cloud northwards. ഈ ക്ലൗഡിനെ അല്ലെങ്കിൽ ഈ ബ്രീസിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോക്കാം. A cool breeze, delightful as it touched with the fragrance of the earth, swollen by your showers, inhaled deeply by elephants, and causing wild figs to ripen, and will blow gently as you go. Do you think Kalidasa can be described as a lover of nature? Recording and preserving old stories. എങ്ങനെയാണ് ഓൾഡ് സ്റ്റോറീസ് റെക്കോർഡ് ചെയ്തത്, എങ്ങനെയാണ് അതിനെ സൂക്ഷിച്ചത്, പ്രിസർവ് ചെയ്തത്? എ നമ്പർ ഓഫ് ഹിന്ദു റിലീജിയസ് സ്റ്റോറീസ് ദാറ്റ് വെർ ഇൻ സർക്കുലേഷൻ ഏർലിയർ വെർ റിട്ടൺ ഡൗൺ അറൗണ്ട് ദ സെയിം ടൈം. ഒരേ സെയിം സമയത്താണ് ഈ സ്റ്റോറീസ് എല്ലാം ഉണ്ടായി വന്നത്. ദീസ് ഇൻക്ലൂഡ് പുരാണാസ്. ഇതിനെ പുരാണാസ് എന്നാണ് പറയുന്നത്. പുരാണ ലിറ്റററി മീൻസ് ഓൾഡ്. പുരാണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൾഡ് എന്നാണ്. പുരാണാസ് കണ്ടെയ്ൻ സ്റ്റോറീസ് അബൌട്ട് ഗോഡ്സ് ആൻഡ് ഗോഡസസ്. ഗോഡ്സിനെ കുറിച്ചും ഗോഡസസിനെ കുറിച്ചുള്ള സ്റ്റോറീസാണ് ഈ പുരാണത്തിലുള്ളത്. സച്ച് ആസ് വിഷ്ണുവിനെ കുറിച്ചും ശിവയെക്കുറിച്ചും ദുർഗയെക്കുറിച്ചും അല്ലെങ്കിൽ പാർവതിയെക്കുറിച്ചൊക്കെ ഉള്ള.
They also contain details on how they were worshipped. They were to be worshipped. എങ്ങനെയാണ് ഇവരെയൊക്കെ പൂജിക്കേണ്ടത് അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് ഇതിലുണ്ട് ഈ പുരാണങ്ങളിൽ. Besides, there are accounts about the creation of the world and about kings. എങ്ങനെ ലോകം ഉണ്ടായെന്നും കിങ്സിനെ കുറിച്ചുമെല്ലാം ഡീറ്റെയിൽസ് അതിൽ പറയാറുണ്ട്. പുരാണാസ് വെയർ റിട്ടൺ ഇൻ സിമ്പിൾ സാൻസ്ക്രിറ്റ് വേഴ്സ്. സിമ്പിളായിട്ടുള്ള സംസ്കൃത വാക്കുകൾ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദേ വർ മെൻ ടു ബി ഹേർഡ് ബൈ എവ്രിബഡി. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. They were probably recited in temples by priest ടെമ്പിൾസിൽ അതിനെ അത് ചൊല്ലും. ആൻഡ് പീപ്പിൾ കെയിം ടു ലിസൺ ടു ദം. ആൾക്കാർ വന്ന് അത് കേൾക്കും. 2 സാൻസ്ക്രിത് എപ്പിക്സ് മഹാഭാരത ആൻഡ് രാമായണ. മഹാഭാരതവും രാമായണവും 2 സംസ്കൃത എപ്പിക്സുകളാണ്. ബീൻ പോപ്പുലർ ഫോർ വെരി ലോങ് ടൈം. സം ഓഫ് യു മേ ബി ഫെമിലിയർ വിത്ത് ദീസ് സ്റ്റോറീസ്. നിങ്ങൾക്കറിയാമായിരിക്കും ഈ സ്റ്റോറികൾ. മഹാഭാരത ഈസ് അബൌട്ട് എ വാർ. ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. ഫൗട്ട് ബിറ്റ്വീൻ കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. കൗരവരും പാണ്ഡവരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് ഈ മഹാഭാരത. അതുപോലെ തന്നെ ദിസ് വാസ് എ വാർ ടു ഗെയിൻ കൺട്രോൾ ഓവർ ദ ത്രോൺ ഓഫ് കുറുസ് ആൻഡ് ദെയർ ക്യാപിറ്റൽ ഹസ്തിനാപുരി. അതുപോലെ തന്നെ ഈ കുറുസ് അതിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് നടത്തിയ യുദ്ധമാണത്. ദ സ്റ്റോറി ഇറ്റ് സെൽഫ് വാസ് എൻ ഓൾഡ് വൺ. ആ സ്റ്റോറി ഓൾറെഡി ഓൾഡാണ്, പഴയതാണ്. ബട്ട് ഇറ്റ് വാസ് റിട്ടൺ ഡൗൺ ഇൻ ദ ഫോം ഇൻ വിച്ച് വി നോ ഇറ്റ് ടുഡേ അബൌട്ട് 1500 years ago. ഇത് ഒരുപാട് പഴയ സ്റ്റോറിയാണെങ്കിലും ഇത് എഴുതിയത് 1500 വർഷങ്ങൾക്ക് മുമ്പാണ്. ബോത്ത് പുരാണാസ് ആൻഡ് ദി മഹാഭാരത ആർ സപ്പോസ് ടു ഹാവ് ബീൻ കമ്പൈൽഡ് ബൈ വ്യാസനാണ് ഇതെല്ലാം കമ്പൈൽ ചെയ്തത്. ദി ഭഗവത്ഗീത about which you learned in chapter 8 was also included in Mahabharata. The Ramayana is about Rama, the prince of Kosala. കോസലയുടെ പ്രിൻസായ രാജകുമാരനായ രാമനെ കുറിച്ചാണ് രാമായണ. ഹു വാസ് സെൻറ്റ് ഇൻ ടു എക്സൈൽ. വനവാസത്തിന് വിട്ട് പോയ രാമനെ കുറിച്ചാണ്. ഹിസ് വൈഫ് സീത വാസ് ഓൾസോ abducted by the king of Lanka named Ravana. രാവണൻ അബ്ഡക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയ സീത. ആൻഡ് രാമ ഹാഡ് ടു ഫൈറ്റ് എ ബാറ്റിൽ ടു ഗെറ്റ് ഹർ ബാക്ക്. രാവണനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു ഈ സീതയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. ഹി വൺ ആൻഡ് റിട്ടേൺ ടു അയോധ്യ, ദി ക്യാപിറ്റൽ ഓഫ് കോസല രാജ്യത്തിൻ്റെ ക്യാപിറ്റലായ അയോധ്യയിലോട്ട് യുദ്ധം ജയിച്ച് തിരിച്ചു വരികയാണ് ആഫ്റ്റർ ഹിസ് വിക്ടറി. ആൻഡ് ലൈക്ക് മഹാഭാരത, ദിസ് വാസ് എൻ ഓൾഡ് സ്റ്റോറി ദാറ്റ് വാസ് നൗ റിട്ടൺ ഡൗൺ. ഓൾഡ് സ്റ്റോറിയാണ്, ഇതിപ്പോൾ എഴുതി വച്ചിരിക്കുന്നു. വാൽമീകി ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഓത്തർ ഓഫ് ദി സംസ്കൃത് രാമായണ. സംസ്കൃതത്തിലെ രാമായണത്തിൻ്റെ ഓത്തറായിട്ട് വാൽമീകിയാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. There are several versions of which are performed. പല വേർഷൻസ് ഉണ്ട് ഓഫ് മഹാഭാരത ആൻഡ് രാമായണ. രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും പല വേർഷൻസ് ഉണ്ട്. പോപ്പുലർ എമംഗ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി സബ് കോണ്ടിനെൻറ്റ്. പല വേർഷൻസാണ് ഈ സബ് കോണ്ടിനെൻറ്റിൻ്റെ പല ഭാഗത്ത് പ്രസിദ്ധമായിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് അബൌട്ട് എ വേർഷൻ ഇൻ യുവർ സ്റ്റേറ്റ്. നിങ്ങളുടെ സ്റ്റേറ്റിൽ ഏത് വേർഷനാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നു. സ്റ്റോറീസ് ടോൾഡ് ബൈ ഓർഡിനറി പീപ്പിൾ. ഓർഡിനറി പീപ്പിൾ, സാധാരണ ജനങ്ങൾ പറയുന്ന കഥകൾ. ഓർഡിനറി പീപ്പിൾ ഓൾസോ ടോൾഡ് സ്റ്റോറീസ്. കമ്പോസ്ഡ് പോയംസ് എഴുതി, സോങ്സ് എഴുതി. ആൻഡ് സാങ്, ഡാൻസ്ഡ് ആൻഡ് പെർഫോംഡ് പ്ലേസ്. നാടകങ്ങൾ പെർഫോം ചെയ്തു, അതുപോലെ തന്നെ ഡാൻസ് ചെയ്തു, പാട്ടുപാടി, സോങ് എഴുതി, പോയം എഴുതി. അങ്ങനെ പലതും ഈ ഓർഡിനറി പീപ്പിളും സാധാരണ ജനങ്ങളും ചെയ്തിട്ടുണ്ട്. സം ഓഫ് ദീസ് ആർ പ്രിസർവ്ഡ് ഇൻ collections of stories such as Jatakas and the Panchakarma. പഞ്ചതന്ത്ര അല്ലെങ്കിൽ ജാതകാസ് എന്ന പേരിൽ കളക്ഷൻസ് ഓഫ് സ്റ്റോറീസ് ഉണ്ട്. അതെല്ലാം ഈ സാധാരണ ജനങ്ങൾ എഴുതിയതും പാടിയതും ഉണ്ടാക്കിയതാണ്. വിച്ച് ആർ റിട്ടൺ ഡൗൺ അറൗണ്ട് ദിസ് ടൈം. ഇതെല്ലാം ഈ സമയത്ത് തന്നെ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസാണ്. സ്റ്റോറീസ് ഫ്രം ജാതകാസ് were often shown in the railings of stupas and paintings in places
സച്ച് ആസ് അജന്ത. അജന്തയിലെ പെയിൻറ്റിങ്സിലും സ്തൂപത്തിൻ്റെ റെയിലിങ്സിലെല്ലാം ഇത് ഈ സ്റ്റോറീസ് എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ ഈസ് വൺ സച്ച് സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് മങ്കി കിങ്. മങ്കി കിങ്ങിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയെക്കുറിച്ചാണ് പറയുന്നത്. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ ഗ്രേറ്റ് മങ്കി കിങ്. ഒരു മങ്കി കിങ് ഉണ്ടായിരുന്നു ഹു ലിവ്ഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ദ ഗംഗ ഇൻ ദ ഹിമാലയാസ്. ഹിമാലയസിലെ ഗംഗയുടെ തീരത്ത് താമസിച്ചിരുന്ന ഒരു മങ്കി കിങ് ഉണ്ടായിരുന്നു. വിത്ത് 80,000 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു ഈ മങ്കി കിങ്ങിന്. ദേ ഫെഡ് ഓൺ ദ ഫ്രൂട്ട് ഓഫ് എ സ്പെഷ്യൽ മാംഗോ ട്രീ. ഒരു സ്പെഷ്യൽ മാംഗോ ട്രീൻ്റെ ഫ്രൂട്ടിലാണ് അവർ ജീവിച്ചിരുന്നത്. വിച്ച് വാസ് വെരി സ്വീറ്റ്, വളരെ മധുരമുള്ളതായിരുന്നു. സച്ച് എക്സ്ക്യൂസിഡ് മാംഗോസ് ഡിഡ് നോട്ട് ഗ്രോ ഇൻ ദ പ്ലെയിൻസിൽ ഈ ഇങ്ങനെയുള്ള ഇത്ര മധുരമുള്ള മാംഗോസ് വളർന്നിരുന്നില്ല. വൺ ഡേ റൈപ്പ് മാംഗോ ഫെൽ ഇൻ ടു ദ റിവർ. ആ റിവറിലോട്ട് വീഴാണ് ഒരു പഴുത്ത മാങ്ങ. ആൻഡ് ഫ്ലോട്ടഡ് ഓൾ ദ വേ ടു വാരാണസി. വാരാണസിയിൽ ഒഴുകിയെത്തുകയാണ്. ദെയർ ദ കിങ് ഓഫ് ദ സിറ്റി, ആ സിറ്റിയിലെ കിങ് വാസ് ബാത്തിങ് ഇൻ ദ റിവറിൽ കുളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഈ മാമ്പഴം കാണുകയാണ്. ആൻഡ് വാസ് അമേസ്ഡ് വെൻ ഹി ടേസ്റ്റഡ് ഇറ്റ്. ടേസ്റ്റ് ചെയ്തപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഹി ആസ്ക്ഡ് ഫോറസ്റ്റേഴ്സ് ഓഫ് ഹിസ് കിങ്ഡം വെദർ ദേ കുഡ് ഫൈൻഡ് ദ ട്രീ ഫോർ ഹിം. ആ മാവ് കണ്ടെത്താൻ ആയിട്ട് പറയാണ്. ആൻഡ് ദേ ലെഡ് ഹിം ഓൾ ദ വേ ടു ദ ഹിമാലയാസ്. അങ്ങനെ അവർ പോയി ഹിമാലയത്തിലെത്തുകയാണ്. There the king and his courtiers had their full of mangoes. ഒരു മാംഗോസ് എല്ലാം കഴിച്ചു. At night king discovered that the monkeys were also feasting on the fruit. മങ്കീസ് അത് തിന്നുകൊണ്ടിരിക്കുന്നു നൈറ്റിൽ കണ്ടവർ. ആൻഡ് ഡിസൈഡഡ് ടു കിൽ ദം. അപ്പോൾ ആ മങ്കീസിനെ കൊല്ലാനായിട്ട് ഈ കിങ് തീരുമാനിക്കുകയാണ്. However, the king of the monkeys worked out a plan to save his followers. അപ്പോൾ മങ്കി കിങ് അവൻ്റെ ഫോളോവേഴ്സിനെ, അവൻ്റെ അനുയായികളെ രക്ഷിക്കാനായിട്ട് ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യണം. ഹി ബ്രോക്ക് ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് ദി മാംഗോ ട്രീൻ്റെ ബ്രാഞ്ചസ് എല്ലാം ഒടിച്ചു. ആൻഡ് ടൈഡ് ദം ടു ഫോം എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കി അതിനെ കെട്ടിയിട്ട് റിവർ ക്രോസ് ചെയ്യാനായിട്ട്. ആൻഡ് ഹെൽഡ് ടു വൺ എൻഡ്, ഒരു എൻഡ് അവർ പിടിച്ചിരുന്നു. ടിൽ ഓൾ ദ ഫോളോവേഴ്സ് ക്രോസ്ഡ് ഓവർ. അതിൻ്റെ എല്ലാ ഫോളോവേഴ്സും അവൻ്റെ എല്ലാ കൂട്ടുകാരെല്ലാം അനുയായികളെല്ലാം ക്രോസ് ചെയ്യുന്നവരായിട്ട് പിടിച്ചിരുന്നു. എക്സോസ്റ്റഡ് വിത്ത് എഫേർട്ട്, ക്ഷീണിച്ച് ഹി ഫെൽ ഡൗൺ ആൻഡ് ലേഡായി. അതിനെ താഴെ വീണ് മരിച്ചു കിടന്നു. ദ ഹ്യൂമൻ കിങ് സോ വാട്ട് ഹാപ്പൻഡ്. ഹ്യൂമൻ കിങ് അത് കണ്ടു ഈ മരിച്ചു കിടക്കുന്നത്. ആൻഡ് ഹി ട്രൈഡ് അൺസക്സസ്ഫുള്ളി ടു റിവൈവ് ദ മങ്കിയെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. വെൻ ഹി ഡൈഡ് ദി കിങ് മോൺഡ് ഹിസ് ഡെത്ത് ആൻഡ് പെയ്ഡ് ഹിം ഫുൾ റെസ്പെക്റ്റ്. എന്നിട്ട് എല്ലാ ആദരവും കൊടുത്ത് അതിനെ അടക്കുകയാണ്. ദിസ് സ്റ്റോറി ഈസ് ഷോൺ ഓൺ എ പീസ് ഓഫ് സ്കൾപ്ചർ. ഒരു സ്കൾപ്ചറിൽ ഈ സ്റ്റോറി കാണിച്ചിരിക്കുകയാണ്. ഫൗണ്ട് ഫ്രം സ്തൂപ്പ അറ്റ് ബർഹൗത്ത് ഇൻ സെൻട്രൽ ഇന്ത്യ. സെൻട്രൽ ഇന്ത്യയിലെ ബാർഹട്ടിൽ ഒരു സ്കൾപ്ചറിൽ ഇത് കാണാം. ക്യാൻ യു ഐഡൻറ്റിഫൈ വിച്ച് പാർട്സ് ഓഫ് ദ സ്റ്റോറി ആർ ഷോൺ ഇൻ ദ സ്കൾപ്ചർ? ഇതാണ് സ്കൾപ്ചർ. ട്രീയും മങ്കീസും എല്ലാം കാണാം. റൈറ്റിംഗ് ബുക്സ് ഓൺ സയൻസ്. സയൻസിനെ കുറിച്ചുള്ള ബുക്സിനെ കുറിച്ച്. ദിസ് ഈസ് ഓൾസോ ദ ടൈം വെൻ ആര്യഭട്ട, a mathematician and astronomer, wrote a book in Sanskrit known as ആര്യഭട്ടീയം. ആര്യഭട്ടീയം എന്ന ഒരു ബുക്ക് ഈ ഫേമസ് മാത്തമാറ്റീഷ്യനും ആസ്ട്രോണോമറുമായ ആര്യഭട്ട ഈ സമയത്ത് എഴുതിയിരുന്നു. ഹി സ്റ്റാർട്ടഡ് ദ ഡേ ആൻഡ് നൈറ്റ്. ഹി സ്റ്റേറ്റഡ് ദാറ്റ് ഡേ ആൻഡ് നൈറ്റ് വെയർ കോസ്ഡ് ബൈ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്. അദ്ദേഹം പറഞ്ഞു എർത്ത് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത് എർത്ത് അതിൻ്റെ ആക്സിസിൽ ചുറ്റുന്നതുകൊണ്ടാണെന്ന്. ഈവൻ ദോ ഇറ്റ് സീംസ് ആസ് ഇഫ് ദ സൺ ഈസ് റൈസിങ് ആൻഡ് സെറ്റിംഗ് എവറി ഡേ. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് കാണുന്നെങ്കിലും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ആര്യഭട്ട ആദ്യം പറഞ്ഞു. ഹി ഡെവലപ്ഡ് എ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഫോർ എക്ലിപ്സസ് ആസ് വെൽ. എക്ലിപ്സസും ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ വരെ ആര്യഭട്ട കൊടുത്തിരുന്നു.
He also found the way of calculating circumference of a circle. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എങ്ങനെ കാണാം അതിനുള്ള ഫോർമുലയും അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു. ഇത് നിയർലി ആസ് ആക്യുറേറ്റ് ആറ്റ് ദ ഫോർമുല വി യൂസ് ടുഡേ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല അത്രയും തന്നെ ആക്യുറേറ്റ് ആയിരുന്നു അന്ന് ആര്യഭട്ട കണ്ടുപിടിച്ച ആ വേ ഓഫ് കാൽക്കുലേറ്റിംഗ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ വരഹമിഹിര, പിന്നെ ബ്രഹ്മഗുപ്ത ആൻഡ് ഭാസ്കരാചാര്യ were some of the other mathematicians and astronomers who made several discoveries. ഇങ്ങനെ ഇവരും പല ഡിസ്കവറീസും കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ട്രൈ ടു ഫൈൻഡ് മോർ അബൌട്ട് ദം. ഇനി സീറോയിനെ കുറിച്ച് പറയുന്നു. വൈൽ ന്യൂമറൽസ് ഹാഡ് ബീൻ യൂസ്ഡ് ഏർലിയർ, new mathematicians in India now invented a special symbol called zero. ന്യൂമറൽസ് നേരത്തെ ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇന്ത്യയിലെ മാത്തമാറ്റീഷ്യൻസ് ആണ് സീറോ എന്ന സിമ്പിൾ കണ്ടെത്തിയത്. ദിസ് സിസ്റ്റം ഓഫ് കൗണ്ടിങ് വാസ് അഡാപ്റ്റഡ് ബൈ അറബ്സ്. ഈ സിസ്റ്റം, ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ആദ്യം അഡാപ്റ്റ് ചെയ്തത് അറബ്സ് ആയിരുന്നു. പിന്നെ സ്പ്രെഡ് ടു യൂറോപ്പിലോട്ടും അത് സ്പ്രെഡ് ചെയ്തു. ആൻഡ് ഇറ്റ് കണ്ടിന്യൂ ടു ബി യൂസ് ത്രൂ ഔട്ട് ദ വേൾഡ്. റോമൻ യൂസ്ഡ് എ സിസ്റ്റം ഓഫ് കൗണ്ടിങ്. റോമൻസ് അവർക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു വിത്തൗട്ട് യൂസിങ് സീറോ ഉണ്ടായിരുന്നില്ല അവരുടെ റോമൻ ലെറ്റേഴ്സിൽ. ആൻഡ് ട്രൈ ടു ഫൈൻഡ് മോർ അബൌട്ട് ഇറ്റ്. ഇനി അടുത്തത് ആയുർവേദത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആയുർവേദ ഈസ് വെൽ നോൺ സിസ്റ്റം ഓഫ് ഹെൽത്ത് സയൻസ് ദാറ്റ് ഹാസ് ഡെവലപ്ഡ് ഇൻ ഏഷ്യൻ്റ് ഇന്ത്യ. ഏഷ്യൻ്റ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സയൻസാണ്, ഹെൽത്ത് സയൻസാണ്. അതിൻ്റെ ബ്രാഞ്ചാണ് ആയുർവേദ. ദ ടു ഫേമസ് പ്രാക്ടീഷണേഴ്സ് ഓഫ് ആയുർവേദ in ancient India was Charaka, first to second century CE, കോമൺ എറയിലെ ഫസ്റ്റ് സെക്കൻഡ് സെഞ്ചുറിയിൽ. അതുപോലെ തന്നെ സുശ്രുത 4th century CEയിൽ, കോമൺ എറയുടെ 4th century CEയിലായിട്ട് ജീവിച്ചിരുന്ന രണ്ട് ഫേമസ് പ്രാക്ടീഷണേഴ്സായിരുന്നു. ഈ ആയുർവേദ പ്രാക്ടീഷണേഴ്സായിരുന്നു ഈ ചരകയും സുശ്രുതയും. ചരക് സംഹിത is written by Charak, എ റിമാർക്കബിൾ ബുക്ക് ഓൺ മെഡിസിനിലെ ഒരു റിമാർക്കബിൾ ബുക്കാണ് ഈ ചരക സംഹിത. ബുക്സിനെ കുറിച്ചാണ് പറയുന്നത്, സയൻസിലെ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലെ ബുക്സ്, ചരക സംഹിത. പിന്നെ ഇൻ ഹിസ് ട്രീറ്റീസ് സുശ്രുത സംഹിത, സുശ്രുത സ്പീക്സ് അബൌട്ട് എലോബറേറ്റ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അതിൽ സർജിക്കൽ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത് ഈ സുശ്രുത സംഹിതയിൽ. അപ്പോൾ ഇതായിരുന്നു ഈ 10ാമത്തെ ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.